ആശാ സമരത്തിന്റെ മെയ് ദിന റാലി നടക്കുകയാണ്. രാപ്പകൽ സമരയാത്രയുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മീര മനോഹരൻ നമുക്കൊപ്പം ചേരുകയാണ്. മീര, എങ്ങനെയാണ് പരിപാടികൾ? ആശാ സമരത്തിന്റെ മെയ് ദിന റാലി നടക്കുകയാണ്. രാപ്പകൽ സമരയാത്രയുടെ ഫ്ളാഗ് ഓഫ് ഇപ്പോൾ നടക്കുകയാണ്. ആശാ സമരത്തിന്റെ രാപ്പകൽ സമരം 81 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. അതിനിടയിലാണ് സംസ്ഥാന വ്യാപക സമരയാത്ര കൂടി ഇപ്പോൾ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള സമരയാത്രയാണ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. മീര മനോഹരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മീര, കേൾക്കാമോ? ആശാ സമരം മെയ് ദിന റാലി ഇപ്പോൾ നടക്കുകയാണ്. രാപ്പകൽ സമരയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നു. മീര മനോഹരൻ നമുക്കൊപ്പം ചേരുകയാണ്. മീര, എങ്ങനെയാണ് പരിപാടികൾ? മീര, കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം. പറയൂ മീര, എങ്ങനെയാണ് ഇന്നത്തെ പരിപാടികൾ? മിനിൽ, ഈ സെക്രട്ടേറിയറ്റ് മുന്നിലെ ആശാ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന വിവരം നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ ഈ മെയ് ദിനമാണ്, തൊഴിലാളി ദിനമാണ്. ഈ ദിനത്തിൽ മെയ് ദിന റാലി പ്രധാനമായും ഇവർ സംഘടിപ്പിക്കുന്നു. വിവിധ ജില്ലകളിൽ ഉൾപ്പെടെ ആശമാർ ഈ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ എത്തും. അല്പസമയത്തിനകം തന്നെ മെയ് ദിന റാലി ഇവർ സംഘടിപ്പിക്കും. അതിനുശേഷം 12 മണിയോടുകൂടി ഇവരുടെ സമരത്തിന്റെ അടുത്ത ഘട്ടമായ സമരയാത്ര കാസർഗോഡ് ജില്ലയിൽ നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുന്ന ആ സമരയാത്രയുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങും കൂടി ഈ ഒരു വേദിയിൽ വെച്ച് നടക്കും. പ്രമുഖ ഗാന്ധിയനായ ഡോക്ടർ MP മത്തായി ഈ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കും. ഈ സമര യാത്രയുടെ ഇതിന്റെ നേതാവ് എത്തുന്നത് M ബിന്ദു ആണ്. അവർക്ക് ഈ ഫ്ളാഗ് കൈമാറിക്കൊണ്ട് ആ ചടങ്ങ് കൂടി നടക്കും. എന്തായാലും സെക്രട്ടേറിയറ്റ് പടിക്കലിലെ ഈ നിരാഹാര സമരം 43-ാം ദിവസമാണ്. ഒപ്പം ഈ രാപ്പകൽ സമരം 81-ാം ദിവസമാണ്. നമ്മൾ കണ്ടതുപോലെ നിരവധിയായ ചർച്ചകൾ നടന്നെങ്കിലും ഇവർ ഒന്നും നടപടിയായിരുന്നില്ല. അതിന്റെ ഭാഗമായി അവരിപ്പോൾ അനിശ്ചിതകാല നിരാഹാര സമരം തുടരുകയാണ്. ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തിരുവനന്തപുരത്ത് സമരപ്പന്തലിൽ ഇപ്പോൾ മെയ് ദിന റാലിയും രാപ്പകൽ സമരയാത്ര ഫ്ളാഗ് ഓഫും അല്പസമയത്തിനോടകം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് മീര മനോഹരൻ റിപ്പോർട്ട് ചെയ്യുന്നത്.